ഹലോ, എല്ലാവർക്കും സുമൈസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് പോംപോം വെച്ചിട്ടുള്ള ഒരു റബ്ബർ ബാൻഡാണ്. അതിനുവേണ്ടി പോംപോം എടുത്തിട്ടുണ്ട്. 2 സൈസിലാണ് എടുത്തിട്ടുള്ളത്. ബിഗും എടുത്തിട്ടുണ്ട്, സ്മോളും എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഹാൻഡിൻ്റെ നമ്മുടെ കയ്യിൽ ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. കണ്ടല്ലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാം റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് ഒരേ ഷേപ്പിലാവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ചെറുതും എടുത്തിട്ടുണ്ട്. ചെറുത് നമ്മൾ എത്ര എണ്ണമാണ് എടുക്കുന്നത് അത്രയും നല്ല രീതിയിൽ നമ്മൾ കൈയുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ചിലപ്പോൾ 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ ആയില്ലെങ്കിൽ ഒരു 3-4 പ്രാവശ്യം കൂടെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സാറ്റിൻ റിബൺ എത്ര വീതി കുറഞ്ഞിട്ടുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എത്ര ലെങ്ത് നമുക്ക് ആവശ്യമുണ്ടോ അത്രയും ലെങ്തിൽ കട്ട് ചെയ്തെടുക്കുക. 5 പീസ് ആവശ്യമുണ്ട്. 5ഉം ഒരേ നീളത്തിൽ വേണം കട്ട് ചെയ്യുക. അതിനുശേഷം ഫെൽറ്റ് ഷീറ്റ്, റൗണ്ട് ഷേപ്പിലുള്ള 2 ഫെൽറ്റ് ഷീറ്റ് രണ്ടെണ്ണം ആവശ്യമുണ്ട്. ഇനി എന്നുവെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതിനുശേഷം പോംപോം ഇതൊരു പഞ്ഞി പോലെയാണ് പുറത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ കൈ വയ്ക്കുമ്പോൾ കുറച്ചൊന്ന് വിടർന്ന് വരും. അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അവിടേക്ക് സാറ്റിൻ റിബൺ വെച്ച് ഹാൻഡ് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പഞ്ഞി അങ്ങ് ചേർന്നിരിക്കും. ഈ ഗ്ലൂ ഒന്നും പുറത്തറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 5ഉം അങ്ങനെ തന്നെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ ഫുൾ റെഡാണ് എടുത്തിരിക്കുന്നത്. ഞാൻ സെൻറ്ററിൽ ഒരു ഗ്രീനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോംപോം റെഡും ഗ്രീനും വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ പല പല കളർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ 2 കളറാണ് ചൂസ് ചെയ്യുന്നത്, റെഡും ഗ്രീനും. അപ്പോൾ ഈ ഹാങ്ങിങ് കൊടുക്കുമ്പോൾ എഡ്ജിൽ റെഡ് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി അവിടെ നിങ്ങൾക്ക് ഗ്രീനും കൊടുക്കണമെങ്കിലാണ് എടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഭംഗിയായിരിക്കും. എൻ്റെ കയ്യിൽ ഗ്രീൻ 1-2 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് തികയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ്. കണ്ടല്ലോ. അപ്പോൾ ഇനി അടുത്ത ലാസ്റ്റ് കൂടെ ഞാൻ ചെയ്തങ്ങ് നിർത്തുകയാണ്. ഇത് B7000 ഗ്ലൂ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഈ ഗ്ലൂ ഗൺ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. B7000 ഗ്ലൂ ഇത് ചെയ്തിട്ട് നമ്മൾ വെച്ചാൽ മതി. കാരണം ബോൾസൊക്കെ ഞാൻ പേസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും B7000 ഗ്ലൂ ഒക്കെ തന്നെയാണ് ഉപയോഗിക്കാറ്. ഫെൽറ്റ് ഷീറ്റ് എടുക്കുക. ഫെൽറ്റ് ഷീറ്റ് എടുത്തതിന് ശേഷം നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം. കാരണം നമ്മൾ ഈ 3 വലിയ ബോൾസ് ഇതിലാണ് വെക്കുന്നത്. ആ പോംപോം ഇതിലാണ് ഫിക്സ് ചെയ്യുന്നത്. കണ്ടോ. ഇനി ആ 3 നമ്മൾ നന്നായിട്ട് കണ്ടില്ലേ, നന്നായിട്ട് പേസ്റ്റ് ആയിരിക്കുകയാണ്. ഇനി ഈ ബോൾസ് തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് ഗ്ലൂ എന്ത് ചെയ്യുക, അകത്തേക്ക് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് നല്ല സെറ്റായി അവിടെ ഇരിക്കും. ഇനി സെൻറ്ററിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം നന്നായിട്ട് നമ്മൾ ചേർത്തൊക്കെ വയ്ക്കുമ്പോൾ അതും കറക്റ്റായിട്ടിരിക്കും. സെൻറ്ററിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഞാനവിടെ ഗ്രീൻ ഒരു ചെറിയ ഗ്രീൻ ബോളാണ് അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഹാങ്ങിങ്ങിൽ നമുക്ക് ഗ്രീനും മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത് എന്താ പറയുക, ഇനി പുറകിലേക്ക് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇനി നമ്മുടെ ഹാങ്ങിങ്സ് ഫുൾ നമ്മൾ ഒരേ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം ഫിക്സ് ചെയ്ത് വയ്ക്കുക അവിടെ. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ടെല്ലാം ഒരേ ലെവലിൽ നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ചെറിയൊരു വ്യത്യാസം വരുന്നാലും അത് കറക്റ്റായിട്ട് കണ്ടല്ലോ. ഹാങ്സ് കണ്ടില്ലേ, എല്ലാം ഒരേ ലെവലിൽ നിൽപ്പുണ്ട്. ഇനി അതിന് ശേഷം ഗ്ലൂ നന്നായി അപ്ലൈ ചെയ്യുക. അത് ഫുള്ളായിട്ട് നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞില്ലേ, B7000 നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ ഇത് ചെയ്ത് കുറച്ച് സമയം വെച്ചിരിക്കണം. അതിനുശേഷം ഇതുപോലെ പേസ്റ്റ് ചെയ്യുക. നന്നായിട്ട് നമ്മളത് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അറിയത്തില്ല പുറത്തേക്ക്. വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. വളരെ സിമ്പിളെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട്. ഇത് ഈ കാണുന്നതിനെക്കാളും കുട്ടികളുടെ ഹെയറിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ ഹാങ്ങിങ്സ് ഒക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ അത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഒരു 3 സൈഡിലേക്കും കണ്ടില്ലോ, 3 സൈഡിലേക്കും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇനി അതിലേക്ക് ഓരോ വൈറ്റ് ബീഡ്സ് സ്റ്റോൺസ് വേണമെങ്കിലും കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വൈറ്റ് ബീഡ്സ് ഞാൻ കൊടുത്തു. ഇത്രയും ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കൊരു 5 മിനിറ്റ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റബ്ബർ ബാൻഡാണ്. നമുക്ക് പല കളറിൽ ചെയ്തെടുക്കാം കേട്ടോ. വളരെ നീറ്റാണ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അത് പുറകിലൊക്കെ വെച്ചിരിക്കുന്ന റബ്ബർ ബാൻഡൊക്കെ നല്ല നീറ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ.